ഹലോ, അപ്പം വന്നിരിക്കുന്ന ഒരുപാട് സിനിമാ വാർത്തകളായിട്ടാണ് അതിന് പക്ഷേ എല്ലാവരും കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അതുപോലെ തന്നെ ജോമോൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു സിനിമ വരാൻ പോവുകയാണ്. രോമാഞ്ചം എന്ന സിനിമ പ്രൊഡക്ഷൻ കമ്പനിയായ ഗപ്പി സിനിമാസ് ആണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അംബ്ലി എന്ന് പറഞ്ഞ നമ്മുടെ സൗബിൻ സിനിമയുടെ ഡയറക്ടർ ആയിരിക്കും ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ആശാൻ എന്നാണ്. നല്ലൊരു കിടിലൻ പേര് തന്നെയാണ്. എന്തായാലും പടത്തിലെ മ്യൂസിക്കും ചെയ്യാൻ പോകുന്ന ജോൺ പോൾ ജോർജ് തന്നെയായിരിക്കും ആ ഡയറക്ടർ. എന്തായാലും പടം റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വർഷം തന്നെ ആയിട്ടായിരിക്കും. എന്തായാലും സിനിമയുടെ ഭാഗത്ത് ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയസൂര്യന്റെ വരാൻ പോകുന്ന സിനിമയാണ് ആട് എന്ന സിനിമയുടെ 3ാം ഭാഗം. പടത്തിന്റെ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ കഥ പറയുകയാണെങ്കിൽ ഈ ടൈം ട്രാവൽ അതുപോലെ തന്നെ ഫാന്റസി എലമെന്റ്സ് ഒക്കെയാണ്. ഈ ഒരു ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു ബിഗ് സ്കെയിലിൽ വരുന്ന ഒരു സിനിമ. പുള്ളിന്റെ എല്ലാതും വിറ്റ് ഈ ഒരു പടത്തിന് കൊടുത്തിരിക്കുകയാണ്. പുള്ളി തന്നെ അത് പല സ്ഥലത്ത് പറയുന്നുണ്ട്. എന്തായാലും പടം വിജയിച്ചാൽ മതിയായിരുന്നു. മിഥുൻ മാനുവൽ തോമസ് ആണ് പടത്തിന്റെ തിരക്കഥാകൃത്ത് അതുപോലെ തന്നെ ഡയറക്ഷനും ചെയ്യാൻ പോകുന്നത്. പടം ഈ വർഷമല്ല, അടുത്ത വർഷമായ മാർച്ച് മാസം 19-ാം തീയതി ആയിരിക്കും 2026 ഈ ഒരു ആട് എന്ന ഫ്രാഞ്ചൈസിൽ 3ാം ഭാഗം വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ആട് എന്ന സിനിമയുടെ 3rd പാർട്ടിനായിട്ട്. അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കുഞ്ചാക്കോബൻ ചെയ്യേണ്ട റോളാണ് നമ്മുടെ നിവിൻ പോളിക്ക് കിട്ടിയത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. അഭിമന്യു എസ് തിലകൻ, ലിജി മോൾ അതുപോലെ തന്നെ നമ്മുടെ സംഗീത് പ്രതാപ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ ഗരുഡൻ സുരേഷ് ഗോപി സിനിമയുടെ ഡയറക്ടർ ആണ് ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പടത്തിൽ നോക്കുകയാണെങ്കിൽ. റൈറ്റർ നോക്കുകയാണെങ്കിൽ ബോബി ആൻഡ് സഞ്ജയ് ആണ്. എന്തായാലും പടം ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും ഈ വർഷം തന്നെയായിട്ട്. ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു ബേബി ഗേൾ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമേന്റെ അപ്ഡേറ്റിനായിട്ട്. കൂടുതൽ മോഷൻ പോസ്റ്ററും ഫസ്റ്റ് ലുക്കുമാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജോർജ് ജോർജിന്റെ വരാൻ പോകുന്ന പുതിയ സിനിമയാണ് വരവ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ വരവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സയജി കൈലാസ് ആണ്. പുള്ളിക്കാരൻ ഈ ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാറിലാണ് നടക്കുന്ന നിലവില്. ഒരു ഹൈ റേഞ്ച് കഥയാണ് പടത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ. ഒരു ആക്ഷൻ ത്രില്ലറാണ് പടത്തിന്റെ ജേണർ. ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടാണ് പടം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ തിരക്കഥാകൃത്ത് നോക്കുകയാണെങ്കിൽ AK സാജനാണ്. സിനിമ നിർമ്മിക്കുന്നത് നിസി റെജീന്റെ അണ്ടറിലായിരിക്കും. മറ്റേ ഒരു OLGA പ്രൊഡക്ഷൻ ഹൗസ്. പിന്നെ കോ പ്രൊഡ്യൂസർ ആയിട്ട് ജോമി ജോസഫ് വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കും നമുക്ക് വരവ് എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിലേക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പാർവതി ചേച്ചി ഒരു പോലീസ് വേഷത്തിൽ വരാൻ പോവുകയാണ്. പുള്ളിക്കാരിന്റെ ഫസ്റ്റ് ഒരു ഫുൾ ഓൺ പോലീസ് സിനിമ വരാൻ പോവുകയാണ്. ഒരു ക്രൈം ത്രില്ലർ പടം കൂടിയാണെന്നാണ് കേൾക്കാൻ സാധിക്കും. ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഡയറക്ടർ നോക്കുകയാണെങ്കിൽ സഹദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നെ പടത്തിലെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. വിജയ് രാഘവൻ, മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമയ പ്രസാദ്, അത്യാവശ്യം നല്ല കേന്ദ്ര ആക്ടേഴ്സിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയില്. മ്യൂസിക് ചെയ്യുന്ന മുജീബ് മജീദ് ആണ്. പുള്ളിനെ വരാൻ പോകുന്ന സിനിമയാണ് കലംകാവൽ എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമ. എന്തായാലും ഈ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷ അവസാനമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഡിസംബർ മാസത്തേക്കാണ് സിനിമയുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സിനിമ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മഹേഷ് അണ്ണനെ വരാൻ പോകുന്ന പാട്രോയിറ്റ് എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. പടത്തിന്റെ കിണ്ണങ്കാഴ്ച ടീസർ വരാൻ പോവുകയാണ്. നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ വമ്പൻ കാസ്റ്റിൽ വരുന്ന സിനിമയാണ് പാട്രോയിറ്റ് എന്ന് പറഞ്ഞ സിനിമ. മഹേഷ് അണ്ണനാണ് സിനിമയുടെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ. ഒരു കിണ്ണം പടം തന്നെയാണ് മോളിവുഡിൽ നിന്ന് വരാൻ പോകുന്ന പാട്രോയിറ്റ്. എന്തായാലും പടത്തിന്റെ ലൊക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിലായിട്ടാണ് പടത്തിന്റെ ലൊക്കേഷൻ വരുന്നത്. ഒരു ഗ്രാൻഡ് സ്കെയിൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും പടത്തിന്റെ ടീസർ വരാൻ പോവുകയാണ് ഒക്ടോബർ ആദ്യ വാരമായിട്ട്. അത് മാത്രമല്ല മമ്മൂക്കയും സിനിമയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ് സിനിമയുടെ അടുത്ത ഷെഡ്യൂളിലായിട്ട്. അതും UK വെച്ചിട്ട് അടുത്ത മാസം. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സിനിമയുടെ ടീസറിനായിട്ട്. നമ്മൾ നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ സിനിമ വരാൻ പോവുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ഷനിൽ ഒരു കിണ്ണം സിനിമ വരികയാണ് നിവിൻ പോളി ആയിട്ട്. പുള്ളിന്റെ കഴിഞ്ഞ കിണ്ണം സിനിമകൾ കണ്ടിട്ട് ഓഡിയൻസ് നല്ല പൂര തെറിവിളിയാണ് പുള്ളിന്റെ സിനിമകളിലെ കണ്ടിട്ട്. എന്തായാലും ഞാൻ ഉൾപ്പെടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കൊരു നല്ലൊരു കംബാക്ക് അനിവാര്യമാണ്. എന്തായാലും ഒരു കിടിലൻ പൊളിറ്റിക്കൽ ഡ്രാമ സിനിമയായിട്ടാണ് പുള്ളി വരാൻ പോകുന്നത്. നിവിൻ പോളി ആയിരിക്കും സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. പടത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സ്കെയിൽ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഷൂട്ടിംഗ് സെപ്റ്റംബർ മാസം 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക് ആയിട്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ട്രിവാൻഡ്രമാണ് സിനിമയുടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു പടത്തിനായിട്ട്.
അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദുൽഖർ സൽമാന്റെ വരാൻ പോകുന്ന സിനിമയാണ് DQ41 എന്ന് പറഞ്ഞ സിനിമ. പൂജ ഹെജ് സിനിമയിൽ കേന്ദ്ര നായികയായിട്ട് വരാൻ പോവുകയാണ്. പടത്തിൽ പൂജ ഹെജ് ജോയിൻ ആയ രീതിയിൽ ഒരു കിടിലൻ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് സിനിമയുടെ ടീമിന്റെ ഭാഗമായിട്ട്. രവിയാണ് പടം സംവിധാനം ചെയ്യുന്നത്. GV പ്രകാശാണ് പടത്തിലെ മ്യൂസിക് ഡയറക്ടർ. പടം നോക്കുകയാണെങ്കിൽ ഒരു ലവ് സ്റ്റോറി ജനറ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിലെ തെലുങ്കു, അതുപോലെ തന്നെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജിലായിരിക്കും ഈ ഒരു പടം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് DQ41 സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റുകൾക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ. കാത്തിരിക്കും നമുക്ക് മറ്റൊരു സിനിമ വാർത്തകളിലായിട്ട്.